അപ്പോൾ ഇന്ന് നമുക്ക് കൊല്ലം വരെ പോകണമായിരുന്നു. എവിടെയാ പോകുന്നതെന്നൊക്കെ വീഡിയോയിലൂടെ കണ്ടാൽ മതി. അപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. ബോട്ട്. ഇത് വള്ളമൊന്നുമല്ല. പിന്നെ വള്ളം എങ്ങനെ ഇരിക്കുന്നത്? ഇത് ബോട്ട്. ഈ കളറിലെ വള്ളം. എൻ്റെ മനസ്സിൽ വള്ളത്തിനെല്ലാം കറുപ്പ് നിറമാണ്. ബാക്കിയുള്ള കളർഫുൾ ആയിട്ടുള്ളതെല്ലാം ബോട്ടായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇനി അതെന്താണെന്ന് നിങ്ങളുടെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഞങ്ങളുടെ 2 സുഹൃത്തുക്കളും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുമായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ മോന് കരാട്ടെ പഠിക്കുന്നുണ്ടായിരുന്നു. അവനെ ഫുൾ യൂണിഫോമിൽ ഇന്ന് കാണാനും സാധിച്ചു. ഇപ്പോൾ ഈ ഹൈവേയുടെ പണി വന്നതോടുകൂടി ഈ നീണ്ടകര പാലത്തിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഇപ്പോൾ കാണാനേ സാധിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ചിന്നക്കടയിൽ, പണ്ട് ഈ ചിന്നക്കടയുടെ അടുത്ത് വന്നിട്ട് ചിന്നക്കട എവിടെയെന്ന് ചോദിച്ചൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ആളുകൾക്കും അതുപോലെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പിന്നീട് മനസ്സിലായി. ഇനി നമുക്ക് പോകാനുള്ളത് മെഡിസിറ്റി ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. അടുക്കും തോറും കെട്ടിടം ഇങ്ങനെ വലുതായി കാണാൻ സാധിക്കുന്ന കാഴ്ച ഭയങ്കര രസമാണ്. നമ്മുടെ സുഹൃത്തിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നത് കേട്ടോ. കഴിഞ്ഞ വട്ടം മെഡിസിറ്റിയിൽ വന്നപ്പോൾ ഈ കണിക്കൊന്ന് അന്നേ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഇന്ന് എന്തായാലും അടുത്ത് പോയി അതിന്റെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാൻ സാധിച്ചു. ഒട്ടും വൈകാതെ തന്നെ നമ്മൾ വന്ന കാര്യം നടന്നു കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിനകത്തുള്ള ക്യാൻറ്റീനിൽ നിന്ന് കോഫിയും കുറച്ച് കടികളും വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നീട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് റമീസിലാണ് വന്നത്. ഞാനൊരു കൊല്ലംകാരിയാണ്, പക്ഷേ കൊല്ലത്തോട്ടൊക്കെ വളരെ അപൂർവമായിട്ടാണ് വരുന്നത്. നമ്മൾ മിക്ക ആവശ്യത്തിനും കരുനാഗപ്പള്ളിയിലോട്ടാണ് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റെസ്റ്റോറൻറ്റിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 4 പേരും വ്യത്യസ്ത സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. ഇതിൽ ഈ ചിക്കൻ്റെ ഐറ്റത്തിൻ്റെ പേര് അഷ്ടമുടി ചിക്കൻ എന്നാണ് കേട്ടോ. നല്ല രീതിയിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. പിന്നെ ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് കമ്പാരിറ്റീവ്ലി ബീഫ് റോസ്റ്റ് ആണ് ഇഷ്ടപ്പെട്ടത്. എരിവിന് ശേഷം മധുരം, അത് നിർബന്ധ അങ്ങനൊന്നും ഇല്ല. റമീസ് സ്പെഷ്യൽ, റമീസ് ഡിലൈറ്റ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ 4 സ്കൂപ്പ് ഐസ്ക്രീമും ചേരുന്ന ഒരു സാധനമാണ്. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ടാക്കണേ.